ഹലോ മുത്തമണീസ്, ഒരു കിടക്കാച്ചി മീൻ കറി ഉണ്ടാക്കിയാലോ? കറിച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ പുളിയുള്ള മാങ്ങ ഇതുപോലെ പീസാക്കിയിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു 2 തക്കാളിയും കൂടെ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇളക്കൊന്നും വേണ്ട, അടച്ച് വെച്ച് അങ്ങനെ വേവിക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നമ്മൾ കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കുന്നൊന്നുമില്ല, വീണ്ടും നമ്മൾ അടച്ച് വെക്കുന്നു. അടച്ച് വെച്ച് അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് പാകി വരുന്ന സമയം വരെ 5-6 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കും കേട്ടോ. ആ ഒരു സമയത്ത് തുറന്നതിന് ശേഷം നമുക്ക് നാളികേരവും വലിയ ജീരകവും കൂടെ അരച്ചത്, നന്നായി മഷി പോലെ അരച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറിക്ക് എത്രയാണോ കൺസിസ്റ്റൻസി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കട്ടെ. കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ. കുറച്ച് കട്ടിക്കുള്ള കറി ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ കറി നന്നായി തിളച്ച് നല്ല ഉഷാറായിട്ട് മസാലയും തേങ്ങയും എല്ലാം വെന്ത് വന്നിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി വെച്ചിട്ടുള്ള മീൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എന്താണെങ്കിലും അത് എടുത്തിട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ പൊന്തി കിടക്കുന്ന മീനൊക്കെ ഒന്ന് താഴേക്ക് കറിയിലൊക്കെ ആക്കിയതിന് ശേഷം ഇളക്കുകയൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ മൂടി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ മൂടി വെച്ചൊരു 8 മിനിറ്റ് 10 മിനിറ്റ് വേവിക്കുക. ചെറിയ തീയിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ മീനൊക്കെ നന്നായി വെന്ത് കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാകും. പാകത്തിനുള്ള ഉപ്പാണെന്നൊക്കെ നോക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 8-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാകും. ആ സമയത്ത് ഏറ്റവും അടിയിൽ നമ്മളിട്ട മാങ്ങ അടിയിൽ പിടിച്ചിട്ടുണ്ടോ നോക്കാനായിട്ട് ഒന്ന് അടിയിൽ കൂടെ ഒന്ന് ചട്ടകം കൊണ്ട് പതുക്കെ മീനൊന്നും പൊട്ടിക്കാതെ ഒന്ന് ഇളക്കി നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നല്ല ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വറവിട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോ. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം.